വാഹനാപകടത്തിൽ പരിക്കേറ്റ 6 വയസ്സുകാരൻ തുടർ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ്. വെള്ളിമൺ ഇടക്കര ജയന്തി കോളനിയിൽ ഷാജഹാൻ ഫാത്തിമ ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ മകനായ ഷാഹിദിന്റെ ചികിത്സയ്ക്കായാണ് കുടുംബം സഹായം തേടുന്നത്. വെള്ളിമൺ UP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷാഹിദിനെയാണ് കഴിഞ്ഞ ഡിസംബർ 31-ന് ഇളമ്പള്ളൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ച് കർണാടക രജിസ്ട്രേഷനിലുള്ള ആക്ടീവ സ്കൂട്ടർ ഇടിക്കുന്നത്. വീട്ടുജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന അമ്മ അന്ന് ജോലിക്കായി മകനെയും കൂട്ടി കേരളപുരത്തു നിന്നും തിരിച്ചുവരും വഴിയാണ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ അപകടമുണ്ടായത്. തുടർന്ന് ഓടിക്കൂടിയ സമീപത്തെ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒരു ദിവസത്തെ ആശുപത്രി ചെലവ് ഇടിച്ച വാഹനത്തിൽ വന്നവർ ചെലവാക്കി. ഒരു മൊബൈൽ നമ്പറും ഷാജഹാന്റെ കയ്യിൽ കൊടുത്തിരുന്നു. പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. പിന്നെ ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. കൂലിപ്പണിക്കാരനായ ഷാജഹാന്റെ കയ്യിൽ ചികിത്സയ്ക്ക് പണമില്ലാത്തതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞുമായിട്ട് കേരളപുരത്തുനിന്ന് ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഇളമ്പള്ളൂർ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു മണി 1:30 മണിയാവും. അവിടെ വെച്ച് നിന്ന് അവർ അന്നത്തെ ദിവസം LMS കൊണ്ടുപോയി അന്നത്തെ ദിവസം അവരെല്ലാം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തായിരുന്നു. പിറ്റേന്ന് അവർ വരാമെന്ന് പറഞ്ഞു. നമുക്കൊരു ഫോൺ നമ്പറും തന്നിട്ട് പോയി. നമ്മൾ അതിൽ വിളിച്ചിട്ട് അവരെ കിട്ടുന്നില്ല. അവർ ആ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് അവർ പറയുന്നത്. പിറ്റേ ദിവസം കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ വാഹനം കണ്ടെത്തുവാനോ വാഹനത്തിൽ വന്നവരെ കണ്ടുപിടിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഷാഹിദിന് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുട്ടിയുടെ മൂക്കിൽ നിന്നും ചില സമയങ്ങളിൽ രക്തം വരാറുണ്ടെന്നും കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കായി സാമ്പത്തികമായി സഹായം സുമനസുകളിൽ നിന്നും ഉണ്ടാകണമെന്നും കുട്ടിയുടെ കുടുംബം പറയുന്നു. കുനിഞ്ഞു നിൽക്കുകയാണെങ്കിൽ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന അവസ്ഥയാണ് ഷാഹിദിന്. അതിനാൽ സ്കൂളിൽ പോകുവാൻ കഴിയുന്നില്ല. കൂലിപ്പണിക്കാരായ ഈ ദമ്പതികളെ സുമനസുകൾ സഹായിച്ചാൽ കുട്ടിയുടെ തുടർ ചികിത്സ നടക്കുകയും തുടർന്ന് കുട്ടിക്ക് പഠിക്കാനും കഴിയും. തകർന്നു വീഴാറായ ഷെഡിൽ 1000 രൂപ മാസവാടക നൽകിയാണ് കുടുംബം കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.